ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു എന്നാണ് ചൊല്ലുന്നത്. മൂന്നാമത്തെ ശ്ലോകം. അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി കേറി. ആ അരം രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കടുത്ത നാശം. രാഗമുണ്ടായാൽ സർവവും നശിപ്പിക്കും. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയേ വേണ്ടൂ, എനിക്ക് ഒന്നിനോടും രാഗമുണ്ടാകരുത്. രാഗമുണ്ടാകാത്ത ഒരുവന് എന്തിനോടും ദ്വേഷം ഉണ്ടാകരുത്. ദ്വേഷം രാഗത്തിന്റെ സന്തതിയാണ്. ദ്വേഷം രാഗത്തിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് യാതൊരു രാഗവും എനിക്കുണ്ടാകരുത്. അതുകൊണ്ടുണ്ടാകുന്ന സർവനാശം, തിളച്ചു പൊങ്ങുന്ന, സദാ ബാധിച്ച് തിളച്ചു മറിയുന്ന. എനിക്കൊരു ചരിത്രമുണ്ട്. ഭയം, ക്രോധം, സംഭ്രമം, വിശുദ്ധി, സത്യം, അസത്യം, ഹിംസ, അഹിംസ, ഈ ദ്വന്ദ്വങ്ങളെല്ലാം എന്റെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങളെല്ലാം അനുഭവിക്കേണ്ട ഞാനിനി വേറൊരു ചരിത്രവും കൂടെ പഠിക്കണ്ട. ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് വ്യക്തി ചരിത്രങ്ങൾക്കും രാഷ്ട്രചരിത്രങ്ങൾക്കും സാമൂഹ്യ ചരിത്രങ്ങൾക്കും അവർ വില നൽകിയില്ല. ചരിത്രത്തിലെ ഏതംശത്തില് ഞാൻ എന്നെ കണ്ടുമുട്ടുന്നു, ചരിത്രത്തിന്റെ ഏതംശത്തില് എന്റെ ജാതിയെ കണ്ടുമുട്ടുന്നു, എന്റെ മതത്തെ കണ്ടുമുട്ടുന്നു, അതെന്റെ അടുത്തിരിക്കുന്നവനോട് രാഗമോ ദ്വേഷമോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കും. സംഭവിച്ച സംഭവങ്ങളൊന്നുമല്ല ഇപ്പോഴുള്ള എന്റെ ബോധമാണ് എന്റെ രാഗദ്വേഷത്തിന് കാരണം. ഇന്ന് രാവിലെ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരാളെ പീഡിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിൽ പീഡിപ്പിക്കപ്പെട്ടത് എന്റെ ഒരു മുത്തച്ഛനാണെങ്കിൽ, എന്റെ ഒരു ജാതിയാണെങ്കിൽ, എന്റെ ഒരു മതമോ എന്റെ രാജ്യത്തുള്ളവനോ ആണെങ്കിൽ, അത് വായിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓഫീസിലെത്തുമ്പോൾ എനിക്ക് സർവഥാ ഉപകാരിയായ, സർവത്ര എന്നെ സഹായിക്കുന്നവനായ അവനോട് സൂക്ഷ്മമായി എനിക്കൊരു ശത്രുതയുണ്ടാവും. വിദ്യാഭ്യാസം, ഭരണാധികാരികൾ, മതങ്ങൾ, ജാതികൾ എല്ലാം മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് ഈ വക്രത മാത്രമാണ്. ഇങ്ങനെ നിരന്തരമായ രാഗവും ദ്വേഷവുമാണ് എന്റെ ചരിത്രം. അതുകൊണ്ട് കിട്ടുന്നതോ സർവനാശവും. അത് സദാ ബാധിച്ച് തിളച്ചു മറിയുന്ന ആഴിയാണ് എന്റെ ദുഃഖം. ആടലാഴി, ദുഃഖമയമായ ഈ സംസാര സമുദ്രം, ആടലാഴി. എവിടുന്നാ ദുഃഖം ഉണ്ടാകുന്നത്? സ്മൃതികളിൽ നിന്ന്, വിഷയ ധ്യാനത്തിൽ നിന്ന്. ഇല്ല, ദുഃഖമില്ല. ഒരു രാഗമില്ലാതെ ജീവിച്ചു നോക്കിയാൽ ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് ബോധ്യവും. ഭാവനയിൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇപ്പൊ ബോധ്യം, ഇറങ്ങുമ്പോൾ മറന്നുപോയാലും. ശരിയാണല്ലോ, എനിക്ക് അവനോട് രാഗം തോന്നി, അതിൽ നിന്ന് അവൻ അങ്ങനെ പെരുമാറിയില്ല, ദുഃഖമായി. മകനെ വിളിച്ച് ഇന്നത് കൊണ്ടുവരാൻ പറഞ്ഞു, അവനിപ്പോ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു, ദുഃഖമായി. നീ എന്റെ മകനല്ല, ചൂടായി. ഭർത്താവിനോട് പറഞ്ഞു, നേരത്തെ
പണിക്ക് പോകണമെന്ന് പറഞ്ഞു. അയാളെ നേരത്തെ വന്നില്ല, വേറെ എവിടെയെങ്കിലും കറങ്ങി. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോൾ കൂട്ടുകാരനടുത്തും പറഞ്ഞു, ഓഫീസിൽ നിന്നൊരു സ്ത്രീയെയും കൂട്ടി വൈകെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. സംഗതി തെറ്റി. വളരെ ഓളമായി. അവിടെ ഓഫീസിൽ വന്നത് അവന്റെ സഹോദരി തന്നെയാണ്. അവിടെയും കൂട്ടിപ്പോയതായാൽ പോലും സംഗതി ദ്വേഷമായി. ഇനി അത് ഓരോ തവണ എടുത്തു പറയുമ്പോഴും നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് പോയി എന്നേ പറയുള്ളൂ. സഹോദരി എന്നുള്ളത് അവൻ ആണയിട്ട് പറഞ്ഞാലും സഹോദരി തന്നെ വന്ന് പറഞ്ഞാലും ആയിരിക്കാം. പക്ഷേ ഹിസ്റ്ററിയിൽ ഇങ്ങനെയാ കയറുക. ഇത്തരം ഹിസ്റ്ററികളാ എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ബോധത്തിന്റെ സ്റ്റോറി അല്ലേ? അതാണല്ലോ ഈ സ്റ്റോറി. അത് നമ്മുടെ ബോധത്തിന്റെ ചരിത്രമാണ്. അത് രാഗദ്വേഷമയമാണ്, ദുഃഖമയമാണ്. അത് നീന്തി കയറി അക്കരെ മിടുക്കന്മാരിത് നീന്തിക്കയറും. സംസാര സമുദ്രം തരണം ചെയ്യാൻ വിഷയം ഉപയോഗിക്കാൻ പഠിക്കണം. വിഷയം കൊണ്ടും പ്രയോജനമുണ്ട്. നല്ല മാനേജ്മെന്റ് ട്രെയിനികളുണ്ട്. അവർ ഈ സംസാരം തരണം ചെയ്യുന്നത് വിഷയം ഉപയോഗിച്ചാണ്. ഒരു പെൺകുട്ടിയെ തന്റെ ആടിനെ ചെറുതാക്കി മുറിച്ച് ഒരു കൊട്ടയിലാക്കി. എന്നിട്ട് അവളെ നദിയുടെ കരയ്ക്ക് വന്നപ്പോൾ മുതലകളാണ് കിടക്കുന്നത്. അവളതിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ പൊക്കി കാണിച്ചു. ഒരു കഷ്ണം ഇറച്ചി. മുതല വായി വെള്ളം കൂടാൻ തുടങ്ങിയപ്പോൾ ഇവൾ വലിച്ചൊരേറ് വെച്ച് കൊടുത്തു. എല്ലാ മുതലയും കൂടെ പോയി അതിന്റെ പുറകെ. അപ്പോൾ അവൾ കുറച്ച് നീന്തി. ഒരു മുതല ആ മാംസത്തിൽ പിടിച്ചു കഴിച്ചപ്പോ അതെല്ലാം കൂടി ഇവളെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. അവൾ അടുത്ത കഷ്ണം വലിച്ചെറിഞ്ഞു. അതെല്ലാം കൂടെ പോയി. അപ്പോൾ അവൾ കുറെ കൂടെ നീന്തി. കൊട്ടയിലെ കഷ്ണം തീരുന്നതിന് മുമ്പ് അവൾ അക്കരെ ചെറിയ സ്ഥലം വിടുകയും ചെയ്തു. ഈ വിഷയമാകുന്ന പ്രപഞ്ചം എന്റെ ബോധത്തിൽ അങ്കുരിച്ചിരിക്കുന്നത് എനിക്ക് ഇതിനക്കരെ കിടക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ഞാൻ ആ മുതലയെ പോലെ കുപ്പുറുത്താൻ വേണ്ടിയല്ല. സാമർഥ്യമുള്ളവൻ അവന്റെ കയ്യിലിരിക്കുന്ന വിഷയവസ്തുക്കളെ അതിലാഗ്രഹിച്ചു വരുന്ന മുതലകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് അവയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടും. ഇവിടെ ഭാര്യയും മക്കളും പരിചയക്കാരും ഭക്തന്മാരും സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ചുറ്റുപാടും എല്ലാം ഈ ഓരോ മുതലയാണ്. ഇതിന് കൊടുക്കാൻ കയ്യിൽ കഷ്ണം വേണം, അക്കരെ എത്തണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങളെ സാപ്പിടും. മനസ്സിലായോ എന്നറിയില്ല. നല്ല സാമർഥ്യമാണ്. നല്ല സാധകന് ഈ സാമർഥ്യമുണ്ടാവും. അവനറിയാം ഓരോ മുതലയ്ക്കും രുചിക്കുന്ന സാധനം അറിയാം. അവനത് കൊട്ടയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ അമ്മമാരെ നോക്കിയാൽ മതി. കൊച്ചുകുട്ടിക്കുള്ള ആഹാരം, മുതിർന്നവർക്കുള്ള ആഹാരം ഒക്കെ ഓരോന്നിനും രുചിക്കുന്ന ആഹാരം ഉണ്ടാക്കി വെച്ച് ആ ഓരോരുത്തരും അമ്മ ഇഷ്ടപ്പെടുന്ന പരുവത്തിലാണ് പോയിരുന്നത്. അപ്പൊ അതിലൊന്നുപോലും അമ്മയെ പിടിച്ചു തന്നെയല്ല. വയസ്സുകാലത്ത് സംരക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ഇതിനെല്ലാത്തിനും കൂടെ ഒരെണ്ണം വെച്ചു കൊടുക്കും. മനസ്സിലായില്ല. എടുത്തുകൊണ്ട് നടക്കാൻ ഒരു വേലക്കാരിയോടും പറയും, വയസ്സാവുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തി. നിങ്ങൾ കൊടുത്തതാണോ വാങ്ങിക്കുന്നത്? ശരിയല്ല. അതുകൊണ്ട് രസമാണ് ഈ സംസാരം. ആർക്ക് വിവരമുള്ളവന്. അതില്ലാത്തവന് ഈ സംസാരം ആകെ ദുഃഖമയമാണ്. അപ്പൊ വളരെ സമർത്ഥന്മാരായ ചിലര് ദുഃഖമയമായി സംസാരം നീന്തി അക്കരയെത്തി. അക്കരെ കടന്നാൽ മറുകര എത്തിയപ്പോൾ അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ കണ്ടുപോത്. അഴിഞ്ഞ് ഒഴിഞ്ഞ് നിന്ന നീ
സംസാരമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് അവിടെ കണ്ടത്. ഒരു സമർത്ഥൻ ഈ സംസാരക്കടൽ നീന്തി അക്കരെ എത്തിയാൽ അവിടെ സമർത്ഥനായ അവനെ സ്വീകരിക്കാൻ സദാശിവൻ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ സംസാരമൊക്കെ വെടിഞ്ഞിട്ടായിരുന്നത്. മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് ഞാൻ കണ്ടത്. അതാകട്ടെ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന, ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാക്കുന്ന, ചുരത്തുന്ന എന്നൊരർത്ഥവും അവിടെയുണ്ട്. വ്യക്തമാക്കുക, പാൽ ചുരത്തി നിൽക്കുന്ന പോലെ പ്രകാശം ചുരന്നു നിൽക്കുന്ന, ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാവുന്ന സൂക്തി കണ്ട് ആ സദാശിവനിൽ നിന്ന് വ്യക്തമാകുന്ന സൂക്തി വിജ്ഞാനം കണ്ട് അനുഭവിച്ചറിഞ്ഞ് എൻ മുടിക്കു ചൂടും ഈശനെ, ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ ഇരന്നു നിന്നിടുന്നു, ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച് നിലകൊള്ളുന്നു. ഇരക്കുക, യാചിക്കുക, പ്രാർത്ഥിക്കുക. ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഇരപ്പാളിയാണെന്ന്. ഞാൻ ഈ നദിക്ക് അക്കരെ നിന്നപ്പോ ഞാൻ അതിൻ്റെ ഉടമ, ഇതിൻ്റെ ഉടമ, മറ്റതിൻ്റെ ഉടമ, അതിൻ്റെ ആൾ, ഇതിൻ്റെ ആളൊക്കെ ആയിരുന്നു. എൻ്റെ അഭിമാനം ഉണ്ടായിരുന്നു. ഈ സംസാര സമുദ്രം അങ്ങ് കടന്നപ്പോൾ ഞാനൊരു ഇരപ്പാളിയാണെന്ന് മനസ്സിലായില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോഴോ മഹാപ്രഭുവായ നിന്നെ കണ്ടു. നിന്നോട് ഇരക്കുക, നിന്റെ ആ പ്രകാശത്തിൽ നിന്ന്, ആ വിജ്ഞാനത്തിൽ നിന്ന്, ആ ആനന്ദത്തിൽ നിന്ന് അല്പം കിട്ടാൻ. ഇതാണ് ഇതിനാ എരന്നു നിൽക്കുന്നു എന്ന പ്രയോഗം ഗുരുദേവൻ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി യോതിടേണം. ആത്മോപദേശത്തിൽ പറയുന്നു. അറിവിലും ഈ വിഷയങ്ങളാകുന്ന അറിവിലും അതിനുമേ അറിഞ്ഞിടുന്നവന്റെ ഉരുവിലും ഒത്തു പുറത്തും. അപ്പൊ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു പുറത്ത്, ഇത് മൂന്നിലും. എന്റെ ബോധം അറിവ്, അറിയപ്പെടുന്ന ഞാൻ അന്ധക്കരണാദികൾ, കരണേന്ദ്രിയ കളയപരാദികൾ. എന്തിനെ അറിയുന്നു? ആ വിഷയം പുറത്ത്. അതിൽ ഉജ്ജ്വലിക്കുന്ന കരുവിന്, സൂത്രാത്മാവിന്. ആ സൂത്രാത്മാവിനെ അറിയാൻ തെരുതെര വീണ് വണങ്ങി ബോധിയിടണം. നമ്രശിരസ്കനായി വിദ്യയെ യാചിച്ച് നിലകൊള്ളുമ്പോൾ പ്രഭുവായിരിക്കുന്ന അവനിൽ നിന്ന് ഇത് കിട്ടുമെന്നാണ്. അങ്ങനെയാണ് പാരമ്പര്യത്തിൽപ്പെടുക. മുഖ്യതസ്തു മഹകൃപയേവ ഈശ്വര കൃപാലേശ നാരദൻ. മുഖ്യമായി വേണ്ടത് ഈശ്വര കൃപ, അതുതന്നെ മഹത്കൃപ. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. ശങ്കരൻ അങ്ങനെ ഈ അറിവ് കിട്ടുന്നു. തദ്വിദ്ധി പ്രണിപാതേന
പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് കൃഷ്ണൻ. ഇവിടെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ ത്രിപുടി മുടിഞ്ഞ ഈ അറിവ് ഉള്ളിലാവും എന്ന് ആവിലായിലെ തെരേസ, നിജയിലെ ഗ്രിഗറി ഇവരൊക്കെ ഒരുപോലെ ചിന്തിച്ചവരാണ്. വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് ഭാവാതീതന്മാരുടെ ലോകം. ഇവിടെ ആ ചിത്രമാണ് നമുക്ക് തരുന്നത്. ഇവിടെ കിടന്ന് ഉഴന്ന് രാഗദ്വേഷങ്ങളിൽ കെട്ടിമറിഞ്ഞ് ഒരു ദിവസം ഇതിനെയെല്ലാം വിട്ട് ഈ സംസാര സമുദ്രം താണ്ടി അക്കരെ എത്തുമ്പോൾ അക്കരെ നീ എന്നെ കാത്തു നിൽക്കുക, ആ നിന്നെ ഞാൻ വീണു ഉണങ്ങുന്നു, എന്നെ അവിടുന്ന് ഉപദേശിക്കണമേ, അവിടുത്തെ എന്റെ ശിരോലങ്കാരമാക്കണമേ എന്നും അഭിപ്രായമുണ്ട്. കാരണം ആ ഇരന്നു നിന്നിടുന്നു എന്നതിന്റെ തൊട്ടു മുമ്പ് ഉള്ള പദത്തില് ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ എന്നർത്ഥം എടുക്കാതെ എൻ മുടിക്ക് ചൂടും ഈശനെ, എന്റെ മുടിക്ക് ചൂടാരത്നമായി വിളങ്ങുന്ന ഈശനെ. അത് അദ്വൈതത്തോട് കുറച്ചുകൂടെ അടുത്തിരിക്കുന്ന പ്രയോഗമാണ്. ഞാൻ എന്റെ മുടിക്ക് ചൂട് കാണു അങ്ങയെ എന്ന് പറഞ്ഞാൽ എന്റെ ശിരോലങ്കാരം അങ്ങാണ്. അത് ഭക്തിയുടെ പാരവശ്യത്തിനപ്പുറമാണ്. എനിക്കവിടുന്ന് ശിരാലങ്കാരമാണെന്ന് പറഞ്ഞാൽ എന്റെ ശിരസിനെ അലങ്കരിക്കുന്നത് അങ്ങാണ്. എന്റെ വാക്കിൽ അങ്ങാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് നിർമ്മമമായിരിക്കണം എന്നർത്ഥം. ഈശ്വരൻ വാക്കിലിരിക്കുന്നവർ, ഒരു മനുഷ്യൻ തന്നെ ഒരുവന്റെ വാക്കിനകത്തിരുന്നാൽ മര്യാദ വരും. പക്ഷെ നമ്മുടെയൊക്കെ വാക്കുകളിൽ പലപ്പോഴും പാമ്പും പഴുതാരയും ഒക്കെ ആയിരിക്കാം. ശരിയല്ല. വരുന്ന കാണാം, പൊളച്ച വരുന്നത്. ജനങ്ങൾ കയ്യിൽ വടി കിട്ടിയാൽ ആ വാക്കിനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലാണ് വാക്കിറങ്ങി വരുന്നത്. ശരിയല്ല. മക്കളോട്, അച്ഛനോട്, അമ്മയോട്, ചുറ്റുപാടുകളോട് ഒക്കെ സംഭാഷണം ചെയ്യുമ്പോൾ നമ്മുടെ വാക്ക് ഏതാണ്ട് പാമ്പിന്റെയും പഴുതാരയുടെയും ഒക്കെ ആകൃതിയിലാണ് വരുന്നത്. ഇരുട്ടത്തൂടെയാണ് വരുന്നത് വാക്ക് പലതും. വ്യക്തമായ പ്രകാശത്തിൽ വരുന്ന വാക്കുകൾ അപൂർവമാണ്. അതുകൊണ്ട് നിന്നെ എന്റെ മുടിക്ക് ചൂടും എന്ന് പറഞ്ഞാൽ എന്റെ ബോധത്തിൽ നിന്നെ പ്രതിഷ്ഠിക്കും. എന്റെ വാക്കുകളും അതുപോലാവും. ഇപ്പൊ ദേവാസുര സമ്പത്തിയാൽ ദ്വേഷിക്ക് സദാ നാശം ബാധിച്ച് കലങ്ങി മറിയുന്ന, ഇപ്പോ ദ്വേഷം ഉണ്ടായാൽ ദ്വേഷിക്കുന്നവന്റെ മനസ്സ് കലങ്ങി മറിയും. അതുകൊണ്ട് ആ അരം തിളച്ചു പൊങ്ങുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണമായ വിഷയം മാറ്റിവെച്ചാലും രോഷം തീരില്ല. നമുക്ക് ദേഷ്യം വന്നവൻ പോയി, എന്നാലും അടുത്തവനോടുള്ള വാക്കിലും അതിൻ്റെ ഒരു നുരയും പതയൊക്കെ നിൽക്കും. ശരിയല്ല. ഇത് രാവിലെ ഫോൺ എടുക്കുമ്പോഴൊക്കെ അറിയാം ആളുകൾ അവർ വേറെ ആരോടുള്ള ദേഷ്യമൊക്കെ ഈ ഫോണിനകത്ത് ഹലോ വിളിയിൽ വരെ ഉണ്ടാവും. അപ്പം താനെന്താ ഇത്ര ചൂടാകുന്നത് എന്ന് തിരിച്ച് എഴുതി ചെയ്യും. അവൻ വളരെ രസമാണ്. തിരിച്ച് ഇവനോട് ഇത് ചൂടാകലും. കാരണം ഇവന്റെ തലച്ചോറിൽ അതിങ്ങനെ കെട്ടി നിൽക്കും. അപ്പൊ ഇത് കോശത്തിൽ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ആരെയെങ്കിലും ഹിംസിച്ചാൽ ആദ്യം നമ്മൾ ഹിംസ അനുഭവിച്ചിട്ടാണ് ഹിംസിക്കുന്നത്. ആദ്യം നമ്മുടെ ശബ്ദം നമ്മളാ കേൾക്കുന്നത്.
അതവിടെ രേഖപ്പെടുന്നു. അതിന്റെ ഭാവതലങ്ങളൊക്കെ നമ്മളിലുണ്ടാവും. എന്നിട്ട് മാത്രമേ വേറൊരുത്തനെ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാവുന്നു അരുതെന്ന് പറഞ്ഞത്. അങ്ങനെ കലങ്ങി മറിഞ്ഞ് ദുഃഖരൂപമായ സംസാരം കടന്ന് ദൃശ്യബോധം വെടിഞ്ഞ് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ എല്ലാ സംസാര ബന്ധങ്ങളും അറ്റ് മുക്തനായി നിൽക്കുന്ന അവിടുന്ന് ചുറ്റിലും സർവത്ര വ്യക്തമാക്കി തരുന്ന വിജ്ഞാനം അനുഭവിച്ച് ഞാൻ എൻ്റെ ശിരസിനെ ആ പാദങ്ങളിൽ അർപ്പിച്ച് വണങ്ങുന്നു. ഹേ ഭഗവൻ, അവിടുന്ന് എന്നെ പൂർണ്ണമായും അങ്ങയിൽ ചേർക്കണമേ. ചിത്തവൃത്തി നിരോധിച്ച് സമാധി അനുഭവം വരെ എത്തുമ്പോൾ തന്ത്രയോഗത്തിലും മറ്റും നാദാനുസന്ധാനത്തിന്റെ പദവി ഉണ്ടാവും. ഗുരുദേവൻ എഴുതിയതുകൊണ്ടാണ് അതിലെ അകപ്പൊരുട് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കുന്നത്. ശൈവതന്ത്രാഗമങ്ങളെ നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള അഗസ്ത്യ സമ്പ്രദായത്തിന്റെ ഒരു ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഭാരതത്തിൽ അന്യൂനമായി നിലനിന്ന ഒരു സമ്പ്രദായമായിരുന്നു അഗസ്ത്യ സമ്പ്രദായം, ഹംസയോഗത്തിന്റെ. അതിന്റെ മിന്നലാട്ടങ്ങൾ ഗുരുദേവ സന്ദേശങ്ങളിൽ പലപ്പോഴും കാണാം. എന്നാൽ പ്രകടമായി അവയെ വ്യാഖ്യാനിച്ചിട്ടുമില്ല. ലോകം വഷളാക്കിയ സാധനങ്ങളൊന്നും ഗുരുദേവൻ സ്പർശിക്കാൻ ഒരുങ്ങിയിട്ടില്ല. ഭഗവത്ഗീത ഗുരുദേവൻ സ്പർശിച്ചിട്ടില്ല. എന്നാൽ ഭഗവത്ഗീതയ്ക്ക് ഗുരുദേവൻ പ്രൗഢമായൊരു വ്യാഖ്യാനം വളരെ മധുരോദാരമായി എഴുതിയിട്ടുമുണ്ട്. അത് ഞാൻ അനുകമ്പാ ദശകം ഇവിടെ എടുത്തപ്പോൾ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ. അതുവരെ ഗീതയ്ക്കെതിരെ വ്യാഖ്യാനങ്ങൾ ഗുരുദേവന് സമ്മതമല്ല എന്നുള്ളതിന്റെ ഏക തെളിവ് അവരൊറ്റ പദമാണ്. പരമാർത്ഥം ഒരിക്കലും യുദ്ധം ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ ഗീത പഠിച്ചു പഠിച്ച് യുദ്ധത്തിനാക്കിയിരിക്കുന്നു. അല്ലാന്ന് ഗുരുദേവന് പറയാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റിയത് അതാണെങ്കിൽ ചുമന്നുകൊണ്ട് നടന്നോട്ടെ. ഗുരുദേവൻ അതിനെ എതിർത്ത് അനുഭൂതി കളയാനും തയ്യാറല്ല. പക്ഷെ വിവരമുള്ളവന് മനസ്സിലാകാൻ ഒരു വാക്കിൽ പറഞ്ഞു, പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ. അത്രേ ഉള്ളൂ സാർ. വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതൽ പറയാതിരിക്കുന്നതാണല്ലോ വിവരമുള്ളവൻ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിയല്ല. കൂടുതൽ പറയുന്നതെല്ലാം വിവരം കെട്ടവർക്കുള്ള വിവരക്കേടായിരിക്കുമല്ലോ. ശരിയല്ല. അല്ല, കുറച്ച് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അതുപോലെ തന്ത്രാഗമങ്ങളോടും ഗുരുദേവൻ പുലർത്തിപ്പോന്ന സ്ഥലമുണ്ട്. അതിലെ നാദാനുസന്ധാനത്തിന്റെ പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിവയുടെ പൊരുളറിയും. അപ്പോൾ യോഗിക്ക് ആരോ ഉപദേശിക്കുന്നത് കേൾക്കാം. ഈ സംസാര സാഗരം വിട്ട് അക്കരെ എത്തിയാൽ ആരോ തന്നെ ഉപദേശിക്കുന്നതായി ബോധ്യപ്പെടും. അതിനെ നേരത്തെ ചമൽക്കാരം എന്നൊക്കെ പറഞ്ഞേ. പഴയകാലത്ത് സന്യാസവും കൊടുക്കുമ്പോൾ ഈ നിയമമുണ്ട്. ഗുരു വിരജയൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശിഷ്യനോട് പറയും, ഒരു ഭാരത പരിക്രമണം നടത്തി വരാൻ പറയും. കുറഞ്ഞപക്ഷം ഭാരതം എന്നത് നർമ്മദയെങ്കിലുമാണ്. നർമ്മദയ്ക്ക് പരിക്രമണം നടത്തി വരാൻ പറയും. നർമ്മദാ പരിക്രമണത്തിൽ ഒരിടത്തെത്തുമ്പോൾ ഈ അനുഭൂതി ഉണ്ടാവും. പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഒക്കെ തിരിച്ചറിയും. അപ്പോ
ഏതറിഞ്ഞാൽ എല്ലാം അറിയും ആ വിദ്യ അവന് കരഗതമാവും. അങ്ങനൊരു ലോകമുണ്ട്. അതൊക്കെ നമുക്ക് കേൾവിയായി ഇപ്പൊ പഠിച്ചാൽ മതി. അതിന് പോകാൻ സമയമാകുമ്പോൾ നമ്മളാരെയും കാത്തിരിക്കില്ല, പോകും. അങ്ങനൊരു ലോകമാണ് തരിക. ആ യോഗിക്ക് അനുഭവവേദ്യമാകുന്ന ആ ശബ്ദം, അതിനെ ആചാര്യന്മാർ ദക്ഷിണാമൂർത്തി എന്നൊക്കെയാ പറയാ. സനകനും സനൽകുമാരനും സനന്ദനുമൊക്കെ അവിടെയാ പോയത്, പാരമ്പര്യത്തിന്റെ ആദിപിതാക്കൾ. അതിനെ ഭഗവാൻ ചൊരിയുന്ന സൂക്തി എന്ന് ആ ദക്ഷിണാമൂർത്തി ഉപദേശിക്കുന്നതിനെ സൂക്തി എന്ന് ഗുരുദേവൻ ഇവിടെ പറയുക. ഞാൻ ഈ സംസാര സാഗരം സമർത്ഥമായി കടന്ന് അക്കരെ എത്തുമ്പോൾ അവിടെ എന്നെ കാത്തു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി രൂപനായ അല്ലയോ പരമഗുരു, ആ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. എന്നെ അവിടുത്തെ പാദത്തിൽ ചേർക്കണമേ, എന്നെ നിരന്തരം ഉപദേശിക്കണമേ എന്ന് ആ ആത്മോപദേശ ശതകത്തിൽ കണ്ട വീണു വണങ്ങി ഓതിടേണം എന്നതിൻ്റെ ഒരു തലമുള്ള അവിടുന്ന് അല്ലയോ ഈശ, എന്റെ മുടിക്ക് ചൂടുന്ന ഈശനായ അവിടുന്ന് സൂക്തി കണ്ട് അങ്ങയുടെ ആ സൂക്തിയെ കണ്ടിട്ട്, അങ്ങയുടെ ഉപദേശത്തെ കണ്ടിട്ട് ഞാൻ ഇരന്നു നിൽക്കുകയാണ്, അപേക്ഷിച്ചു നിൽക്കുകയാണ്. വീണ്ടും 4. ശനയിരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ശനയിരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. നല്ല ഒരു ബിംബമാണ്. ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു ബിംബം. ബിംബം എന്ന് പറയുന്നതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു അല്പം കാവ്യഭാവന വേണം. ബിംബങ്ങൾ ഭാരതീയ സാഹിതിയുടെ ചമൽക്കാര രംഗങ്ങളാണ്. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എടുത്ത് പഠിച്ചാൽ നോ ജുവലീസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റേൺ സൈഡ്, നോ ജുവലീസ് ലൈക്ക് റോസാലിറ്റ്. ഇങ്ങനൊരു പദം വായിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ജീവനുള്ളൊരു ചമൽക്കാരമൊന്നും കിട്ടുകയില്ല. കാരണം റോസാലിന്റെ ഒരു ആഭരണം മാത്രമാണ്. മനസ്സിലായില്ല? ഷേക്സ്പിയൻ കൃതികളിൽ അതുല്യ പ്രഭയുള്ളൊരു കൃതിയാണ് ആസ് യു ലൈക്ക് ഇറ്റ്. മറിച്ച് കാര്യാതൈകതലീനഹംസമിഥുന ശ്രോതോ വഹാമാലിനി പാദാസ്താമഭിതോ നിഷണ്ണഹരിണാ ഗൗരീ ഗുരു പാവന. വേണ്ട, മലയാളം തന്നെയാവാം. ചാലേമാലിനിയും മരാളമിഥുനം വാഴും മണൽത്തിട്ടയും ചോലയ്ക്കപ്പുറമായി നിൽക്കുന്ന ആ ശൈലേന്ദ്രപാദങ്ങളും ചീരം ചാർത്തിന വൃക്ഷം ഒന്നതിനടിക്കായിട്ട് കാന്തന്റെ മൈ ചാലിക്കൊമ്പിലിടത്തു കണ്ണുരസുമ
മാൻപേടയും വേണ്ടതാം. സജീവാണോ ചിത്രം? സ്ത്രീരത്ന സൃഷ്ടിരപരപ്രതിഭാതി സാമേ ധാതുർവിഭുത്വമനുചിന്യ വപുശ്ചതസ്യ. കാളിദാസൻ ശാകുന്തളത്തിൽ നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്.